പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 102 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. എസ്രാ 2 മുതൽ 5 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം. അപ്പോൾ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: രാജഗൃഹം അല്ലെങ്കിൽ കൊട്ടാരം എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ഏത്? ഉത്തരം കോവിലകം. എസ്രാ 4:14 ഉത്തരം ഉള്ളത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രോഗം ഏത്? ഈ രോഗം പുതിയ നിയമത്തിൽ 1 പ്രാവശ്യവും പഴയ നിയമത്തിൽ 2 പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം തിമിരം. അപ്പോസ്തല പ്രവർത്തികൾ 13:11 ഉത്തരം ഉള്ളത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: ഞങ്ങളൊരു അധ്യായത്തിലുള്ളവരാണ്. ഒരാളുടെ പേരിനകത്ത് ഇസ്രായേലിന്റെ രക്ഷിതാവിന്റെ പേരും ഒരാളുടെ പേരിനകത്ത് ഒരു അപ്പോസ്തലന്റെ പേരുമുണ്ട്. ഞങ്ങൾ ആരൊക്കെ? ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. 4 പേരും ഒരു അധ്യായത്തിലാണ് ഉള്ളതെന്നുള്ളത്. ഉത്തരം യേശു, രക്ഷിതാവ് യേശു. അടുത്തത് സെർഗ്യോസ് പൗലോസ്, അപ്പോസ്തലൻ പൗലോസ്. അപ്പോസ്തല പ്രവർത്തികൾ 13:6, 23, അതുപോലെ 13:7, 9 വാക്യങ്ങളിലാണ് ഉത്തരം ഉള്ളത് കേട്ടോ. റെഫറൻസ് ഒരിക്കൽ കൂടെ പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 13:6, 29, അതുപോലെ 13 തന്നെ 7, 9 ഉത്തരം കാണാൻ പറ്റും. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു കൂട്ടർക്കോ ഒരു വ്യക്തിക്കോ എതിരെ കുറ്റാരോപണം ഉന്നയിച്ച് എഴുതുന്ന എഴുത്തിന് പാഠഭാഗത്ത് പറയുന്ന പേര്? ഉത്തരം അന്യായ പത്രം. എസ്രാ 4:6 ഉത്തരം ഉള്ളത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: സമുദ്രമാർഗെ കൊണ്ടുവന്നത് എന്ത്? എവിടെ നിന്ന് എവിടേക്ക്? ആരുടെ ആജ്ഞ അനുസരിച്ച്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദേവദാരു. ലെബാനോനിൽ നിന്ന് യാഹോവിലേക്ക്, പാഴ്സി രാജാവായ കോരഷിന്റെ കൽപ്പന പ്രകാരം. എസ്രാ 3:7 ഉത്തരം ഉള്ളത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു. എസ്രാ 6 മുതൽ 9 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായം. അപ്പോൾ ഈ പോർഷൻ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.